നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഏറ്റവും നൂതനമായ മറ്റൊരു ആശയത്തിലേക്ക് നമ്മുടെ സർക്കാർ കടക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് CM വിത്ത് മീ. അതായത് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പറയുന്ന നൂതനമായ ഒരു ആശയ സംവിധാനത്തിലേക്ക് നമ്മുടെ സർക്കാർ കടക്കുന്നു. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് മുഖ്യമന്ത്രിയോട് സംവദിക്കാൻ, മുഖ്യമന്ത്രിയോട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ, പരാതികൾ അറിയിക്കാൻ ഒരു പൊതുവായ ഇടം രൂപപ്പെടുത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് ഇന്ന് തുടങ്ങുകയാണ്. വൈകുന്നേരമാണ് ഉദ്ഘാടനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CM വിത്ത് മീ എന്ന് പറയുന്ന ആ പരിപാടിയുടെ ഒരു സമഗ്രമായ വിവരം കൂടി നിർമ്മൽ. തീർച്ചയായും മനു, രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത വികസനത്തെ സംബന്ധിച്ച പുതിയൊരു കാൽവയ്പ് എന്ന് തന്നെ പറയാം. അത് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുമായി വികസന കാര്യത്തിൽ സർക്കാരും ജനങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പം കൂടുതൽ അടുപ്പത്തിലേക്ക് കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ വികസന കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുക, പരാതികളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് പ്രായോഗികമായി തന്നെ മാറ്റം വരുത്തുക, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കൃത്യമായി നൽകുക, വ്യക്തിപരമായ ഓരോ മേഖലകളെ സംബന്ധിച്ച് ദൈനംദിനമായി ജനങ്ങൾ ഇടപെടുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ, ആരോഗ്യ മേഖല, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ തൊഴിൽ മേഖല, ഇത്തരം മേഖലകളിൽ സംബന്ധിച്ച് ജനങ്ങൾക്ക് ദൈനംദിനം ഉണ്ടാകുന്ന പരാതികൾ, പലതരത്തിലുള്ള ആശങ്കകൾ അത് സർക്കാരുമായി രേഖാമൂലം അറിയിച്ച് അതിൻ്റെ ഉത്തരവ് കാത്തു നിൽക്കുന്നതിന് പകരം അടിയന്തരമായി അവതരിപ്പിക്കേണ്ട വിഷയങ്ങളുണ്ട് എങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ്. PRD ആണ് നേരിട്ട് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇന്ന് ആദരണീയനായ കേരള മുഖ്യമന്ത്രി നേരിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അത് പ്രത്യേക കോൾ സെൻ്ററാണ്. പഴയ വെള്ളയമ്പലത്തിലുള്ള എയർ ഇന്ത്യ ഓഫീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഏറ്റെടുത്ത ശേഷം ആ സ്ഥലത്താണ് PRD ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻ്ററായി ഇത് വർക്ക് ചെയ്യും. ഒപ്പം തന്നെ അതിൽ കോൾ വരുന്ന സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ആ കോൾ സെൻറ്ററിൽ തന്നെ ശേഖരിക്കും. അതിന് ഡേറ്റ മുഴുവൻ PRDക്ക് വിവിധ വകുപ്പുകളുടെ ഡേറ്റകൾ മുഴുവൻ അവിടെ ക്രോഡീകരിക്കുന്ന സംവിധാനമാണ്. ഇപ്പോൾ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട KSRTCയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരു പൊതുജനം ഒരാൾ വിളിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ KSRTCയുടെ ഡേറ്റയുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി ഈ കോൾ സെൻറ്ററിൽ തന്നെ ഉണ്ടാകും. അത് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ മറുപടി നൽകുക എന്നതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി സംബന്ധിച്ച അവ്യക്തതയോ സർക്കാർ ഉത്തരവ് സംബന്ധിച്ച അവ്യക്തതയോ ഏതെങ്കിലും കാര്യത്തിൽ മന്ത്രിയുടെ വിശദീകരണമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദീകരണമോ വേണമെങ്കിൽ ആ കോൾ സെൻറ്ററിൽ തന്നെ നിന്ന് തന്നെ ആ ഡേറ്റകൾ ശേഖരിച്ച ശേഷം ആ വിളിക്കുന്നയാളിൻ്റെ ഫോൺ നമ്പർ ശേഖരിച്ച് വിലാസം ശേഖരിച്ച് വെച്ച ശേഷം 48 മണിക്കൂറിനുള്ളിൽ അയാളെ തന്നെ തിരിച്ചു വിളിച്ച് അതിൻ്റെ മറുപടി നൽകുകയാണ്. അത് എന്തെങ്കിലും സംബന്ധിച്ച് ഇന്ന ഉദ്യോഗസ്ഥരെ സമീപിക്കണം, ഇന്ന അതുമായി ബന്ധപ്പെട്ട രേഖാമൂലം പരാതി നൽകേണ്ടത് എവിടെയാണ്, ഏത് ഉദ്യോഗസ്ഥരെയാണ് സമീപിക്കേണ്ടത്, മന്ത്രി തന്നെ നേരിട്ട് ഇടപെടേണ്ട പ്രശ്നങ്ങളുണ്ടോ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടേണ്ട പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കി, ഏതെങ്കിലും നിയമപ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ആ വിളിക്കുന്നയാളെ തന്നെ പൊതുജനത്തെ തന്നെ വീണ്ടും ആ കാര്യങ്ങൾ അറിയിക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. ഈ ഭരണപരമായ കാര്യങ്ങളിൽ ചട്ടപ്പടിയുള്ള സംവിധാനത്തെ കടന്ന് കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് അപ്പോൾ തന്നെ സേവനം, വികസനത്തിൻ്റെ രുചി എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക എന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ വളരെ പ്രധാനപ്പെട്ട ചട്ടപ്പടിയായ സമീപനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ ഇടയിലേക്ക്, അവരുടെ അഭിപ്രായങ്ങളിലേക്ക് സർക്കാർ നേരിട്ട്, മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങി വരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി നമ്മളതിനെ കാണണം. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ വന്ന കുറച്ച് കാര്യങ്ങൾ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നല്ലോ സർക്കാരിൻ്റെ വികസന സദസ്സ് തദ്ദേശ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവിടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ മനുഷ്യർക്കും വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് 3 കോടി മനുഷ്യർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക സാധ്യമല്ല, ഒരിടത്തും അത് നടക്കില്ല, അസാധ്യമാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നേരിട്ട് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്കൊരു വേദി വരുന്നു എന്ന് പറയുമ്പോൾ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകലമില്ലാതാവുകയാണ്, ഒരു അതിർവരമ്പ് ഇല്ലാതാവുകയാണ്. ഒരു വലിയ ചുവടുവയ്പ്പാണ്, ഒരു ജനകീയ സഭ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. തീർച്ചയായും മനു, സാധാരണ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു വോട്ട് ചെയ്യുന്ന അവകാശത്തോടുകൂടി ജനങ്ങളുടെ സാമൂഹിക ഇടപെടൽ അവസാനിക്കുന്ന ഒരു രീതിയുണ്ട്. പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അതിനാണ്
വലിയ കാലാനുസൃതമായ മാറ്റം വരുത്തി. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയസമീപനങ്ങളുടെ പരിപാടിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ച് ജനങ്ങൾക്കിടയിലേക്ക് സമ്പൂർണ്ണ ക്യാബിനറ്റ് ഇറങ്ങിച്ചെന്നത്. അവിടെ ജനങ്ങളുടെ വിവിധ മേഖലയിലുള്ള വിവിധ സർക്കിളുകളിലുള്ള ജനങ്ങളുടെ പൊതുജനാഭിപ്രായം തേടിയെന്നാണ്. സാധാരണ മനുഷ്യർ, വിവിധ മേഖലകളിൽ ജീവിക്കുന്നവർ, വിവിധ തൊഴിൽ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ, വർഷങ്ങളായി റേഷൻ കാർഡ് സംവിധാനം, ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റ് നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വികസന കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്, റോഡുകളുടെ വികസനം, സ്ഥലമെടുപ്പ്, വൻകിട വികസന പദ്ധതികൾ, തൊഴിൽ മേഖലയുടെ സാധ്യതകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വാംശീകരിക്കുകയും അതിൽ സർക്കാർ ഇടപെടുമായി ബന്ധപ്പെട്ട് എന്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം എന്നതായിരുന്നു നവകേരള സദസ്സ് കൊണ്ട് അർത്ഥമാക്കിയത്. ആ നവകേരള സദസ്സിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ആ താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും മന്ത്രിമാർ നേരിട്ട് ജനകീയ സഭകൾ സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഫയൽ അദാലത്തുകൾ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ജനങ്ങളുമായി നേരിട്ട് പോകുന്ന, സംവദിക്കുന്ന, മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന, പല കാര്യങ്ങളും മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക സംവിധാനത്തിലേക്ക് പോകുന്നത്. കാലാനുസൃതമായ വലിയൊരു മാറ്റമാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല, ഒരു സ്കൂൾ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, സ്കൂളിലേക്ക് വരുന്ന വഴിയെ സംബന്ധിച്ചോ, സ്കൂൾ ബസ്സിൻ്റെ എന്തെങ്കിലും അപാകതയോ, ഒരു കുട്ടിക്ക് തന്നെ ഈ CM വിത്ത് മീ എന്ന ഈ കോൾ സെൻറ്ററിലെ നമ്പറിലേക്ക് വേഗം വിളിക്കാനാകും. വിളിച്ച ശേഷം അത് ക്രോഡീകരിക്കുകയും വകുപ്പിനെ അത് അറിയിക്കുകയും ആ വകുപ്പിൽ നിന്ന് എടുക്കുന്ന ഡേറ്റകൾ ആ കുട്ടിയെയും ആ സ്കൂളിലെ അധ്യാപകരെയും അറിയിക്കുകയും ഒപ്പം തന്നെ അത് സംബന്ധിച്ച ഫോളോ അപ്പ് എന്താണ് എന്ന് അവരെ അറിയിക്കാനുള്ള സംവിധാനമാണ്. അങ്ങനെ വിപുലമായ സംവിധാനമാണ്. അത് ജനങ്ങൾക്ക് നേരിട്ട് ഫലം ലഭിക്കുകയും വികസന കാര്യങ്ങളിലും സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും അവർ തന്നെ പങ്കാളിയാകുന്ന ഒരു വികസന കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയാണ് CM വിത്ത് മീ. മനു.